ഹലോ ഗൈസ് സർപ്രൈസ് താറാവിനെയോ തക്കാളി വെച്ചിട്ടോ അതൊന്ന് കാണിച്ചേ ചോര ഛർദിക്കോ അത് ഒറ്റയടിക്ക് തീരുവോ ഞങ്ങളുടെ കുഴപ്പമില്ല നിങ്ങളത് മനസ്സിലാക്കണം ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഈ കുക്കറിന്റെ പ്രശ്നമാണ് തീരൂല ഇതിവിടെ അവസാനിക്കൂല അതുകൊണ്ട് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചെറുതായിട്ടൊന്നും പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. 2 ദിവസമായി തുടങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ല, മാറാൻ സമയമായിട്ടുണ്ട്, മാറും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. എൻ്റെ ഇവിടുത്തെ റൂമിലുള്ള ഫ്രണ്ട്സിന് ഞാനും ക്രിസ്റ്റിയും കൂടി സർപ്രൈസ് ആയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. കാരണം അവർ നല്ല അടിപൊളി വൈബുള്ള ടീംസാണ്. പനിയൊക്കെ വന്നപ്പോൾ നന്നായിട്ട് നോക്കി. അത് മാത്രമല്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാളെ ഷെനു നാട്ടിൽ പോകണം. അപ്പോൾ ഷെനു നാട്ടിൽ പോകണമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് അവർ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ചിക്കൻ ബിരിയാണിയുടെ പ്രിപ്പറേഷനിൽ കയറി അവർക്ക് ചിക്കൻ ബിരിയാണി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല, ക്രിസ്റ്റിക്ക് ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഞാൻ ക്രിസ്റ്റിനെ സഹായിക്കും. അപ്പോൾ ഞാനിപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ്. ക്രിസ്റ്റി പള്ളിയിൽ പോയിട്ട് വരും. പള്ളിയിൽ പോയേക്കനാണ്. അപ്പോൾ മെട്രോ സ്റ്റേഷനിലാണ് വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ മെട്രോ സ്റ്റേഷൻ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. എന്നിട്ട് ഞങ്ങളവിടെ എത്തിയിട്ട് ഞാനും ക്രിസ്റ്റിയും കൂടി ചിക്കൻ ബിരിയാണിക്കുള്ള സാധനങ്ങൾ മേടിച്ച് റൂമിൽ വന്ന് ഉണ്ടാക്കുന്നതായിരുന്നു ഗൈസ്. ഓക്കെ യെസ് ഗൈസ്, അങ്ങനെ നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ക്രിസ്റ്റി നമ്മളോട് ജോയിൻ ചെയ്യാണ്. ഹലോ ക്രിസ്റ്റി. അപ്പോൾ എങ്ങനെയാ തുടങ്ങല്ലേ? ഞങ്ങൾ ലിസ്റ്റൊക്കെ ഉണ്ട് സാധനങ്ങളുടെ. ഞാൻ നടന്ന് ക്ഷീണിച്ചോ. ഞങ്ങൾ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. ഓക്കെ, എന്തൊക്കെ സാധനങ്ങളാണ് ലിസ്റ്റ് നമ്മൾ മേടിച്ചിട്ട് കാണിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പർച്ചേസിങ് തുടങ്ങിയിട്ട് നമ്മൾ നെസ്റ്റോയിൽ വന്നിട്ടോ പർച്ചേസ് ചെയ്യണം. നെസ്റ്റോയിൽ നമുക്ക് അത്യാവശ്യം നല്ല ഓഫറിൽ സാധനങ്ങൾ കിട്ടും അല്ലേ? അതുകൊണ്ട് ഞങ്ങൾ പർച്ചേസിങ് ആരംഭിച്ചിരിക്കുകയാണ്. നെസ്റ്റോ തക്കാളി കണ്ടുപിടിക്കാനോ? ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ പർച്ചേസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇല്ലേ ക്രിസ്റ്റി? കവറൊക്കെ ആയിട്ട് ഫുൾ സെറ്റാ. ക്രിസ്റ്റി ഫുൾ സെറ്റാണ്. നമ്മൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാറ്. എങ്ങനെ? ഈസി സേവിങ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞാനന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ച് പോലില്ല. പക്ഷെ എല്ലാ പ്രശ്നം കൗണ്ടർ എത്തുമ്പോൾ ആലോചിക്കും കവർ മേടിക്കണം. ഓക്കെ, നടന്ന് ഞാൻ ക്ഷീണിച്ചു. സൗണ്ട് തണുപ്പുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് BDF മേടിച്ചു ഗൈസ്. എന്നിട്ട് ഞങ്ങൾ നടന്ന് വരണ വഴി കഴിച്ച് തീർത്തു. ഇനി നമ്മൾ നമ്മുടെ ഫ്ലോറിലെത്തി. നമ്മളിനി കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ അപ്പോൾ ഞങ്ങൾ കുക്കിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെ കഴിഞ്ഞു. നമ്മൾ ചിക്കൻ കഴുകി വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ അരി കഴുകി വെച്ചു. അതുപോലെ തന്നെ ക്രിസ്റ്റി വേറെ എന്തൊക്കെയാണ്? ഒരു മിനിറ്റ്. അതെ, മസാലപ്പൊടികളൊക്കെ നമ്മളിവിടെ റെഡിയാക്കുന്നുണ്ട്. മസാലയുണ്ട്. എന്തൊക്കെ പൊടികളാണ് അതൊക്കെ പറ. ഇത് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. അതാണ് നല്ലത്. ഇനി വേറൊരു കുട്ടൻസ് കാണണോ? നമ്മളങ്ങനെ ബിരിയാണി ഒന്നും ഉണ്ടാക്കി ശീലമില്ലല്ലോ. അപ്പൊ നമ്മൾ ക്രിസ്റ്റിയുടെ കൂട്ടം എവിടെന്നാ? ക്രിസ്റ്റി ഈ നോക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ക്രിസ്റ്റി നോക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മൾ ഓക്കെ, അപ്പോ ഏതോ ഒരു ചേട്ടന്റെ കുക്കിംഗ്, ഷാൻജിയോ ചേട്ടന്റെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ടാണ് ക്രിസ്റ്റി കുക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വളരെ സർപ്രൈസ് ആയിട്ട് വെച്ച സാധനം ഈ കുട്ടി ഇടയിൽ കയറി വന്നു. ഈ അനിത ഇടയിൽ കയറി വന്നു. അനിത ഇത് നിങ്ങൾക്ക് 3 പേർക്കുള്ള സർപ്രൈസാ. നീ അഭിനയിച്ചോളോ? അവളുമാര് പറയില്ല. ഓക്കെ, അപ്പൊ അനിത വളരെ നന്നായിട്ട് സവാള അരിയുന്നുണ്ട്. യോടാ ഇതെന്ത് ഇത്ര ബ്യൂട്ടിഫുള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളവിടെ വരെ നമ്മള് മസാല ഞാൻ കുരുമുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, ചിക്കൻ മസാല ഇട്ടു. ചിക്കൻ മസാല ഇട്ടപ്പോ നമ്മൾ മല്ലിപ്പൊടി ഇടാൻ പോവാണ്. മല്ലിപ്പൊടി നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മല്ലിപ്പൊടിയും കൂടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇടുന്നത് തൈര്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ നമ്മള് ചിക്കൻ ഫ്രൈ അല്ലല്ലോ ഉണ്ടാക്കാൻ പോണേ? നമ്മള് ചിക്കൻ ബിരിയാണി മീൻസ് നമ്മള് ചിക്കൻ കറി വേറെ റൈസ് വേറെ ആയിട്ടല്ല ഉണ്ടാക്കുന്നത്. അങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? ഒന്നിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ നെഗറ്റീവ് പറയുന്ന അവളെ പിടിച്ച് പുറത്താക്കിയാലോ? പറഞ്ഞ സർപ്രൈസ് ആണ്, നീ ഇപ്പൊ കേറി വരല്ലേ എന്നൊക്കെ. തൈര്
തൈരില്ല, നമ്മൾ നാരങ്ങ നീര് മേടിച്ചിട്ടുണ്ട്. അല്ല നാരങ്ങ മേടിച്ചു, തൈരുണ്ടല്ലോ, തൈരുണ്ട്. പുളിയുള്ള തൈരാണ്. ഇതുകൊണ്ട് ഞാൻ തൈരാണ് ആഡ് ചെയ്യുന്നത്. നോക്കട്ടെ തൈരിന് പുളി ഉണ്ടോ? പനിയുള്ള ഒരു തൈര് കഴിക്കാമോ? കുറച്ച് നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുവാണ്. ആ അടിപൊളി തൈര് ബൈ. അയ്യോ മാൻ സോറി, അക്ഷരം ഒന്നും അറിയുന്നില്ല കേട്ടോ. ഇല്ല അതല്ലേ, അത് കുഴപ്പമില്ല. ഓക്കേ. ഓ ക്രിസ്റ്റീയുടെ കോഴ. ഏതാ കോഴ? എടാ തൈര് ഒരു ഇഷ്ടമല്ലാട്ടാ, ലസ്സി ആയിട്ട് അടിക്കാം. ലസ്സി അടിക്കാം തൈര്. അതില് മസാല പിടിക്കല്ലോ, കുറച്ച് മാറ്റി വെച്ചേ. എനിക്ക് ഇഷ്ടമായി തൈര്. ലസ്സി അടിക്കാം നമുക്ക്. ആ സർലാസ്, നിങ്ങൾ സർലാസ് എന്നാ പറയാ, ഞങ്ങള് കച്ചമ്പർ എന്നാ പറയാ. നിങ്ങൾ കച്ചമ്പർ എന്ന് പറയല്ലേ. സലാഡ്. ആ എന്തായാലും കാട്ടെ, പുറത്ത് മാറ്റി വെക്കാം. മീൻവയൽ നമ്മൾ വേറെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, അപ്പൊ ഒന്ന് ഹോൾഡ് ചെയ്യുക ഗൈസ്. അപ്പൊ ഇതാണ് നമ്മള് മസാല തേച്ച് വെച്ച ചിക്കൻ. അടിപൊളി ഗൈസ്. ഇവരെല്ലാവരും ഇങ്ങനെയാണ്, ആരെങ്കിലും അടുക്കളയിൽ പണിയെടുക്കാൻ കയറി എല്ലാവരും കൂടെ ഒരുമിച്ച് വരും. അപ്പൊ ഇതാണ് നമ്മുടെ ഷെനു. ഷെനുവാണ് നാളെ യാത്രയാകുന്നത്. മതി. അപ്പൊ നമ്മള് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ കുക്കറിലാണ് നമ്മള് ബിരിയാണി ഉണ്ടാക്കാൻ പോണത് കേട്ടോ. താറാവിനെയോ തക്കാളി വെച്ചിട്ടോ? അതൊന്ന് കാണിച്ചേ. മുറിച്ചു, അതുകൊണ്ട് ഇനി താറാവ്. ഇനി നമ്മള് നെയ്യല്ലേ, നെയ്യിട്ടു കുക്കറിലേക്ക് 2 സ്പൂൺ നെയ്യ്. കമോൺ ഇറക്കി കൊടുത്താൽ നമ്മള് നെയ്യുടെ കൂടെ സെയിം അളവില് സെയിം ക്വാണ്ടിറ്റിയില് വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ടുണ്ട്. കുക്കിംഗ് ഓയിൽ. ഓക്കെ. എണ്ണ ചൂടായി കഴിഞ്ഞു. അപ്പൊ നമ്മളെ എണ്ണയിലേക്ക്, ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഏലക്ക, കറുവപ്പട്ട, ഓൾസോ നമ്മള് ഗ്രാമ്പൂ കൂടെ ഇടുകയാണ്. ഓക്കെ, ഗ്രാമ്പൂ ഇടണം. പിന്നെന്താ? നമ്മളത് ഇളക്കണം. നമ്മൾ കുറച്ച് പൊട്ടിത്തെറിക്കണം. അപ്പൊ ഇതൊക്കെ ഇട്ട് നമ്മൾ ഇളക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നെക്സ്റ്റ് നമ്മള് സവാള ഇടുകയാണ് ഗൈസ്. യെസ്, സവാള ഇടുകയാണ്. പതുക്കിയിട്ട് നമ്മൾ ഏകദേശം ഒരു വലിയ 2 സവാള, 2.5 സവാള അല്ലേ, 2.5 സവാള. ആ നമ്മള് സവാള ഇടുകയാണ്. അപ്പൊ നമ്മള് സവാള ഒക്കെ ഇട്ട് ഇളക്കി കൊടുക്കണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ലേശം ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വാടിക്കിട്ടെ അല്ലേ. ഇതൊക്കെ എനിക്ക് അറിയാൻ കേട്ടോ. ഗോൾഡൻ കളർ ആവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഗൈസ്. ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. നമ്മള് സവാള അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട്. സവാള വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അരച്ചു വെച്ചത് ചേർക്കുവാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ നന്നായിട്ട് ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് തക്കാളി ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ എന്ത് ചെയ്യാം, ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് ഇളക്കാം. കാരണം അടി പിടിക്കാനുള്ള സ്ഥലത്തുള്ളതുകൊണ്ട് നമ്മൾ ഇളക്കി സെറ്റാണ്. ആ പച്ചമുളകൊക്കെ മാറി ഒരു ഇതാവുന്ന വരെ നമ്മൾ ഇളക്കണം. ഒരു പച്ചമണം ഉണ്ട്, അത് മാറണം. ഓക്കെ, എന്നാൽ അത് മാറട്ടെ ഗൈസ്. ഓക്കെ, അപ്പം നമ്മളിപ്പോ മസാല കൂട്ടും അത് ഇതൊക്കെ ഇട്ട് തക്കാളി സവാളയൊക്കെ ഇട്ട് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മളെടുത്ത് എന്നിട്ട് ഇതും ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് നമ്മൾ ഇളക്കണം. അത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളൊരു 2-3 മിനിറ്റ് അങ്ങനെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ഇളക്കന്നെ ഇളക്കല്. അങ്ങോട്ട് ഇളക്കങ്ങോട് ക്രിസ്റ്റി, ഇളക്കങ്ങോട് പോരട്ടെ. ഗൈസ്, അപ്പം നമ്മൾ നന്നായിട്ട് മസാല ചിക്കനിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ചൂടുവെള്ളം ഒഴിക്കാണ് കേട്ടോ. ഒഴിച്ചോളാം. തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയാണ്. കുറച്ചുകൂടി വെള്ളം വേണം എന്ന് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നാരങ്ങ നീര് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിക്കുന്നു. നമ്മളൊരു നാരങ്ങ പിഴിഞ്ഞ് അതിനകത്ത് വെച്ചു. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പുതിന ഇല, ശേഷം നമ്മുടെ മല്ലി ഇല, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഉപ്പ്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കുറച്ചും കൂടി. ഒരു എത്ര സ്പൂണാ? 3/4 സ്പൂൺ.
ഒരു 3/4 സ്പൂൺ ആവശ്യത്തിന്. ആവശ്യത്തിന് നമ്മള് ഇനി ഇളക്കണോ? ഇനി ഒന്ന് എല്ലാം നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. ഒന്നും കൂടി എല്ലാം ഒന്നുകൂടി മിക്സ് ചെയ്യാനാണ്. അപ്പൊ അരി എപ്പോഴാണ് ഇടുന്നത്? അരി നമ്മൾ ഇനി ഇടും. അപ്പൊ അരിക്കിനി വെള്ളം വേണ്ടേ? അരിക്ക് വെള്ളം വേണ്ട, ഈ അരി ഈ വെള്ളത്തിൽ മുങ്ങി നിൽക്കണം. ആണോ? നമ്മൾ അത്ര അരിയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഓക്കെ, ഡൺ. നമ്മളങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്നു. ഓക്കെ, ചെറുതായിട്ട് തിളയൊക്കെ വരും. തിളക്കണം. അപ്പൊ ഒത്തിരി ഇല്ല, ചെറിയ ഇങ്ങനെ സൈഡിൽ കൂടെ ചൂടുള്ള ആൾ വെച്ചു. അപ്പൊ ഈ തിള അപ്പോൾ അതെ വെള്ളം കുറച്ചൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമ്മളപ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച അരി, വെള്ളം കളഞ്ഞ് കഴുകി വാരി വൃത്തിയാക്കി ഞാൻ കഴുകിയ അരി അരി നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം. കൊടുക്കുവാണ് നമ്മൾ. അങ്ങനെ അങ്ങോട്ട് കമത്ത്. ഇങ്ങനെയാ ഇത്ര ഉള്ളൂ. ഈ സിമ്പിൾ ടെക്നിക്സ് ഒക്കെ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ കുറച്ച് ക്രിയാത്മകവും കാവ്യാത്മകവുമായിട്ട് ചെയ്തതാണ്. ഒരു ബൈ പ്രൊഫഷണൽ അല്ലേ, ഒരു ആറ്റിറ്റ്യൂഡിലാണ് ചെയ്തത്. നമ്മുടെ കോലം തിളക്കണം. അതൊരു ഇപ്പൊ നമ്മൾ അരി ഇട്ടിട്ട് ഇതിങ്ങനെ ലെവലാക്കി കൊടുക്കണം. തട്ടി നികത്തി നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി നികത്തി കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ അരി ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടക്കണം. അതാണ് നമ്മുടെ കറക്റ്റ് ഭാഗം. ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അടച്ചു വെക്കണം. എന്ത്? നമ്മൾ കുക്കർ അടയ്ക്കണം. കുക്കർ അടയ്ക്കണം. നമ്മളപ്പോ അരിയും ചിക്കനും നമ്മള് കുക്കർ അടയ്ക്കാണ്. കുക്കർ അടയ്ക്കാണ് ഗൈസ്. തിരികെ കുക്കർ അടച്ചു. അല്ല, ഇത് തിരിഞ്ഞു കൂടെ അല്ലേ? അങ്ങനെയൊന്നുമില്ല, കുക്കർ ഇങ്ങനെ ടൈറ്റ് ആയാൽ മതി. നമ്മളിപ്പോ ഡയറക്ഷൻ മാറ്റി വെച്ചോണ്ട് അത് വിസില്ല. ഓക്കെ, പിടിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു വിസിൽ വന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലാണ് ഇടുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ കുക്കറിനായി കാത്തിരിക്കുന്നു. കുക്കറല്ല, വിസിലിനായി കാത്തിരിക്കുന്നു. വൃത്തിയാക്കണം. അത് മാത്രല്ല നമുക്ക് ഇത് ഉണ്ടാക്കണം, കച്ചമ്പർ ഉണ്ടാക്കണം. എന്നാൽ ഞാനും ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം ഗൈസ്. വെറുതെ നിന്നും ക്ഷീണിച്ചു പോയി. പിന്നെ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാം. നമ്മള് സർലാസ് അല്ലെങ്കിൽ സോക്കോള് കച്ചമ്പർ അല്ലെങ്കിൽ സാലഡ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. സവാള ഇറ്റ്സ് റെഡി, കേർഡും റെഡിയാണ്. ലസ്സി അടിക്കാൻ പറ്റിയ കിട്ടില്ല തൈരാട്ട. ഉപ്പ് ഇപ്പൊ നമ്മൾ ആദ്യം ഏതാട്ടണേ? അതായത് പച്ചമുളക് ഇട്ടു, കുറച്ച് പുതിന ഇലകൾ ഇട്ടു, പിന്നെ നമ്മൾ ജസ്റ്റ് കുറച്ച് ഉപ്പ് പാകത്തിന് ഇട്ടു. ശേഷം ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി വേണ്ട ഇട്ടിട്ട് മതി. നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്ത് സെറ്റ് ആക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണോ? സാലഡ് അല്ല, കേർഡ് വെക്കുന്നു. കേർഡ് വേറെ സ്പൂൺ കൊണ്ട് എടുക്കണ്ട. കേർഡ് വയ്ക്കാൻ പോവാ. കേർഡ് ഞാനിപ്പോ മിക്സ് ചെയ്തിട്ട് നല്ല സ്മൂത്ത് ടേസ്റ്റ് ആക്കിയിട്ടാണ് വെക്കുന്നത്. നല്ല കേടല്ലേ? നല്ല കേട്. ബാക്കി എനിക്ക് ലസ്സി അടിച്ചു തരുമോ? ഓക്കെ, ലസ്സി അടിച്ചു തരാം. ഓക്കെ, അത് ഇതാക്കി നമ്മൾ ഒഴിക്കങ്ങോട്ട്. ഓ പോരട്ടെ. അയ്യോ കറണ്ട് പോയാ? അല്ല അല്ല, ലസ്സിക്ക് നമ്മള് സ്പൂൺ ഉണ്ട്. നമ്മുടെ സ്പൂൺ ഒക്കെ ഇളക്കിയിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതിയല്ലോ. കുറച്ച് വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ഒഴിക്കില്ല. പ്യുവർ കേർഡ് ആണെങ്കിൽ നല്ല ടേസ്റ്റ്. അത് മതി. ധാരാളം. മോർ ദാൻ ഇനഫ് ഫോർ 5 people. അത് കൊള്ളാം. ഞാൻ ടേസ്റ്റ് ആയിട്ട് തന്നെ ഇത്ര വേണം. ലൈറ്റ് വേടാ, ലൈറ്റ് വാ. നല്ലതാ. ഉപ്പിച്ചിരി കൂടെ ഇട്ടോ, ഇച്ചിരി വേണമെങ്കിൽ ക്രിസ്ത്യൻ ടേസ്റ്റ് അത്ര വേണ്ട. സംഭവം കളറായി, അടിപൊളി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുക്കർ വിസിൽ അടിച്ചില്ല, വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ കുക്കറിന് വിസിലടി കാത്തിരിക്കാൻ അല്ല കേൾക്കാൻ ഞങ്ങൾക്കൊണ്ടായില്ല. കാരണം എന്താ? അതായത് ഞങ്ങളുടെ കുഴപ്പമില്ല, നിങ്ങളത് മനസ്സിലാക്കണം. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഈ കുക്കറിന്റെ പ്രശ്നമാണ് അല്ലേ? കുക്കർ ശരിയല്ല ഗൈസ്, വിസിൽ വന്നില്ല. എയർ ഇങ്ങനെ പുറത്തു കൂടി വന്നിട്ട് ഞങ്ങൾ കുക്കർ തുറക്കുന്നു, പിന്നെ ഇച്ചിരി വെള്ളം ഒഴിക്കുന്നു, കുക്കർ അടയ്ക്കുന്നു, പിന്നെ ചെറുതായിട്ട് ഇപ്പോൾ ഒരു നല്ല കരിഞ്ഞ മണം ചെറുതായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി കുക്കർ ഓപ്പൺ ചെയ്യാൻ പോണ ഗൈസ്. എന്താവും അറിയില്ല. വാ, റെഡിയല്ലേ? ഇത് എയർ പോയാ? ആനന്ദച്ചാലിൽ കണ്ണിനുള്ളിൽ എടാ അടി പിടിച്ചിട്ടുണ്ടാവുള്ളൂ, മൊത്തം കരിഞ്ഞിട്ടൊന്നും ഉണ്ടാവൂല. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. കുക്കർ സീനായിരുന്നു ഗൈസ്. പതുക്കെ എന്നാ അടിപൊളിയാണോ? ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പിടിച്ചേ.
ഉപ്പ് കുറവാണെങ്കിലേ ഉള്ളൂ. നല്ല ഉപ്പും വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പുണ്ടല്ലോ. ഉണ്ടോ? ഓക്കെയാണ് കഴിച്ചു. ഞങ്ങൾ മിക്സ് ചെയ്തിട്ട് ഞങ്ങള് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വരാം. ഓക്കെ ഗായ്സ്, ഇതാ നമ്മുടെ ബിരിയാണി. ഒന്നുകൂടി പൊക്കോ. റെഡി ആയിരിക്കുകയാണ്. സ്വാദിഷ്ടമായ എന്നാ ടേസ്റ്റാ, അടിപൊളി. അപ്പൊ ഷെഫ് നമുക്കിനി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവർ കുളിക്കാൻ പോയേക്കാണ്. കഴിക്കാം. അവരുടെ എക്സ്പ്രഷൻ നമുക്കൊന്ന് കാണാം. ഗൈസ്, അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരെ അവരുടെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് എന്തായാലും ആൾമാർ രണ്ടുപേർക്ക് ഓൾറെഡി അറിയാം, പക്ഷെ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് അറിയാം. അപ്പൊ നമ്മൾ പ്രത്യേകം സർപ്രൈസ് ആയിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിലും അഭിനയിക്കാൻ പ്രത്യേകം പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. വയോ. അയ്യോ, ഹലോ ഗൈസ്, സർപ്രൈസ്. അയ്യോ, ഇതെന്താന്നൊക്കെ തരും. അല്ല, നീയല്ലോ സവാള എന്നാ നീ മാത്രം കാണാന്. ഗൈസ്, അപ്പോ നിങ്ങൾ ഇൻക്ലൂഡിങ് ക്രിസ്റ്റി അവിടെ ഇരിക്കും. ഓക്കെ ഗൈസ്, അപ്പോ ഞാനിപ്പോ മെയിൻ ആയിട്ട് ഇന്ന് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചതിന്റെ മെയിൻ റീസൺ എന്ന് പറയാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നാക്കിയത് ബിക്കോസ് നാളെ ശനു പോവാണ്. അപ്പൊ ശനു അപ്പൊ നാളെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കും. അപ്പൊ ഡെയിലി ബിരിയാണിയാണ് പറയട്ടെ. ഗൈസ് ഒരു മിനിറ്റ്, ഞാൻ കംപ്ലീറ്റ് ആയിക്കോട്ടെ. എടാ ഞാൻ പറയട്ടെ. അപ്പൊ ശനു പോകുന്നത് കൊണ്ടാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ തോന്നിയത്. അതുകൊണ്ട് ബിരിയാണി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ടേസ്റ്റ് ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടെന്നാ പറയാം. അത് ശരിയാ. അതായത് ക്രിസ്റ്റിയാണ് ഉണ്ടാക്കിയതെങ്കിലും ഞാനൊരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ. അല്ല, ക്രിസ്റ്റി എല്ലാം ചെയ്തേ. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് കൊടുക്കില്ല. ഓക്കെ, അപ്പൊ ഗൈസ് ഒരു കാര്യം കൂടി. ഞാനും അടുത്ത ആഴ്ച കഴിഞ്ഞാൽ ഞാനും തിരിച്ച് നാട്ടിലേക്ക് പോകും. അപ്പൊ അയ്യോ എടാ, അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ക്രിസ്റ്റി. ഞാൻ പറഞ്ഞു ചൂട് നിങ്ങളെ വെച്ചാലും മൂടി വെക്കണ്ടേ. അപ്പൊ ബൈ പറഞ്ഞു വന്നത് താങ്ക് യു സോ മച്ച്. എനിക്ക് ദുബായിൽ വന്നിട്ട് കിട്ടിയ നല്ലൊരു ഫ്രണ്ട്സ് ഗ്യാങ് ആണ് നിങ്ങള്. അപ്പൊ അതില് അയ്യോ ഞാനും ഓക്കെ ഇവളുമാര് ഓക്കെ അവരുടെ കാല് പറ്റി പിടിച്ചിട്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മളെ പിന്നെ ഭക്ഷണം കഴിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? താങ്ക് യു റസ്മിൻ. ഓക്കെ ശരി, അവളെ കാല് പറ്റി പിടിച്ചത് ശരിയാ. ഓക്കെ, അപ്പൊ അവര് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എടാ എനിക്ക് പ്ലേറ്റ് എടുത്തില്ലേ? കൊള്ളാമോ? കൊള്ളില്ലെങ്കിലും കൊള്ളാന്നേ പറയാൻ പാടുള്ളൂ. മനസ്സിലായോ? നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് മറ്റേ ഇത് ക്രിസ്റ്റിയുടെ വിജയം. മറ്റേ എനിക്ക് ഹൈദരാബാദ് ബിരിയാണിയുടെ ഒക്കെ ഒരു തമിഴ്നാട് ബിരിയാണിയാ. എന്തുണ്ടാക്കുന്ന ഇത്? ഞങ്ങൾ ഇത് കുക്കർ ബിരിയാണിയാണ്. അപ്പൊ ഞാനും ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സാലഡൊക്കെ മിക്സ് ചെയ്ത് പപ്പടമൊക്കെ മിക്സ് ചെയ്ത്. ക്രിസ്റ്റി ഇരിക്കും. എന്നിട്ട് നേരെ ഒന്ന് ക്യാമറയിലേക്ക് നോക്കൂ. തൽക്കാലം എന്റെ ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് എന്തിന്റെയൊക്കെ ഒരു കുറവുണ്ടോ? കൊള്ളാമോ? ഓക്കെ, ഇനി എല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കറക്റ്റ് റിസൾട്ട് കിട്ടും. എന്തുട്ടാ? ചോര ഛർദിക്കോ അത് ഒറ്റയടിക്ക് തീരുവോ എന്താന്നറിയില്ല. ട്രോളിന് ഇവിടെ ഒരു കുറവില്ല കേട്ടോ. അപ്പൊ പക്ഷെ കഴിക്കും. അപ്പൊ ട്രോളിനൊന്നും ഇവിടെ ഒരു കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സർപ്രൈസ് ബിരിയാണി ഓ മൈ ഫ്രണ്ട്സ് ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും പരിപാടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക.
1500 പേർക്കുള്ള ബിരിയാണി. എന്റെ ചേട്ടന്റെ കല്യാണമാണ് 18-ാം തീയതി. ഗൈസ് നിങ്ങൾ കേട്ടല്ലോ, ഇവരുടെ ചേട്ടന്റെ കല്യാണം. ക്രിസ്പിനെ പ്രത്യേകം ക്ഷണിച്ചിരിക്കുന്നു. ഉണ്ടാക്കിയത് ക്രിസ്ത്യാനി, അവള് 10-ാം എന്റെ ക്രിസ്ത്യ അവിടെ സ്വാഗതമാണ്. ഇപ്പൊ മേടയിലും വരാം. അപ്പൊ എനിക്ക് കല്യാണത്തിന് മാത്രമേ സ്വാഗതം ഉള്ളൂ. എടി അതിന്റെ അർത്ഥം എനിക്ക് കല്യാണത്തിന് മാത്രമേ അവിടെ എൻട്രി ഉള്ളൂ. ഇപ്പോഴും ഇവിടെ ഒരു ഗസ്റ്റ് ആയിട്ടാ കാണാം. അല്ല, കല്യാണം 18-ാം തീയതി, കല്യാണം 22-ാം തീയതി. ലൊക്കേഷൻ കൂടെ പറയാം, വ്യൂവേഴ്സിന് വരാനാണോ? എടി വേറെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഡാഡി മമ്മി പറഞ്ഞു കുഴപ്പമില്ല, നിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ മതി. ലൊക്കേഷൻ ഒക്കെ വാട്സപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഡീറ്റെയിൽ വാട്സപ്പ്. ഓക്കെ, അപ്പൊ ഇവിടെ വാട്സപ്പിലേക്ക് എല്ലാവരും കോൺടാക്ട് ചെയ്യാം. ഷെനുവിന്റെ വാട്സപ്പ് നമ്പർ ചുമ്മാരി ഗൈസ് അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഷെനുവിന് നല്ലൊരു യാത്ര നേരുന്നു. അതോടൊപ്പം എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ നല്ലൊരു അടിപൊളി എൻജോയ് ചെയ്യാ, വൈബായിട്ടിരിക്കുക. ഇതുപോലെ ഇടയ്ക്ക് ട്രിപ്പ് ഒക്കെ പോവാ, എല്ലാവരുമായിട്ടൊക്കെ ഒരുമിച്ച് ട്രിപ്പ് ചെയ്യാം. നമ്മൾ പോകും, ഞങ്ങൾ കംപ്ലീറ്റ് ആക്കട്ടെ, നമ്മൾ പോകും. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു ഫ്രണ്ട്സ് ഗ്യാതറിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കും ബിരിയാണി കൊണ്ടാക്കി കൊടുക്കുക, ഞങ്ങളെ കമ്മിറ്റ് ചെയ്യാം. ഇത് ഇവിടെ തീരൂല, ഇതിവിടെ അവസാനിക്കൂല. അതുകൊണ്ട് ഇത്ര നേരം നമ്മളെ കണ്ടു സഹിച്ചിരുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. പ്രത്യേക കമന്റ്സ് ഒക്കെ ഇടുക നന്നായിട്ട്. പിന്നെ എന്താ വേണ്ട, ഷെയർ ചെയ്യണം അല്ലേ? ഇവരെല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ബൈ ബൈ. ബൈ പറയൂ ഗൈസ്. ബൈ.